ഈ ഒരു കേക്ക് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്കായിരുന്നു എങ്കിലും കുറച്ച് ഡിസൈനിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടാണ് ചെയ്തിരുന്നത്. നമുക്ക് തന്നിരുന്ന റെഫറൻസ് ബുക്കിൽ തന്നിട്ടുണ്ടായിരുന്നത് സ്റ്റെൻസിൽ വർക്കൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റെൻസിൽ ഇല്ല. അപ്പോൾ അവരോട് പറഞ്ഞിട്ട് ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴും അവർക്ക് സ്റ്റെൻസിൽ തന്നെ വേണമെന്നില്ല, അല്ലാതെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ചെറിയ ഒരു ടച്ചപ്പ് കൊടുത്താണ് കേക്കിനെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവറൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു കേക്കിനോടൊപ്പം കുറച്ച് കപ്പ് കേക്ക്, സിക്കിൾസ്, പോപ്സ്, പിന്നെ ഡോണട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. ഇതൊരു ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് എന്നിൽ നേരിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു കസ്റ്റമർ അല്ല, ഈ ഒരു വർക്കല്ല. ഇത് വേറെ 2 ആൾ കഴിഞ്ഞിട്ട് വന്നതാണ്. 2 പേർക്കും കുറച്ച് ബിസി ആയിട്ട് എന്നെ ഏൽപ്പിച്ചതായിരുന്നു ഈ ഒരു വർക്ക്. പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വർക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഫൈനലായപ്പോൾ നമ്മൾ കറക്റ്റാക്കി എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് വൈറ്റ് ഫോറസ്റ്റ് ആണ്. 1.5 kg വൈറ്റ് ഫോറസ്റ്റ് ടോൾ കേക്കായിട്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർക്ക് കളറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫ് വൈറ്റും റെഡും കോമ്പിനേഷനിലാണ് ചെയ്യേണ്ടത് എല്ലാം. അപ്പോൾ പോപ്സിലും സിക്കിൾസിലും ഒക്കെ കുറച്ചൊന്ന് കളർ ഡിഫറെൻ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് അത് അവർക്ക് ഭയങ്കര ടെൻഷനും ഉണ്ടായിരുന്നു. കളറ് ഇനി കസ്റ്റമറെ ലയിപ്പിക്കുമ്പോഴേക്കും അവരെന്തെങ്കിലും പറയുമെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടു, ഇത്രയും ഡാർക്ക് കളർ കൊടുക്കുമ്പോൾ കയ്പ്പ് ടേസ്റ്റൊക്കെ ഉണ്ടാവും, കസ്റ്റമറോട് പറഞ്ഞു നോക്കൂ, അവരൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോയി അവർ കസ്റ്റമറിനെ ഏൽപ്പിച്ചു. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെന്ന് പിറ്റേ ദിവസം എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. കളറിൻ്റെ കാര്യം വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കപ്പ് കേക്കാണിത്. അതിൽ ഓരോ കപ്പ് കേക്കിലും ഓരോ ഡിസൈനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആയിരുന്നു അവർ തന്ന റെഫറൻസിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രീതിക്കാണ് അതൊക്കെ കൊടുത്തത്. പിന്നെ കപ്പ് കേക്കിൻ്റെ പുറത്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു ടോപ്പർ കൂടി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവരെ എടുക്കാൻ വരുന്ന സമയത്ത് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടി ഗോൾഡൻ ബീഡ്സ് കൂടി ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ അതും കുറച്ചിട്ട് കൊടുത്തു. അവരോട് കസ്റ്റമർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡൻ ബീഡ്സ് കുറച്ച് കൂടുതൽ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൂടി ഞാൻ ഇട്ട് കൊടുത്തു. എന്നിരുന്നാലും ഓവറാക്കാതെ തന്നെ അത് നല്ല ഭംഗിയോടെ കിട്ടി. പക്ഷേ അതിൻ്റെ പിന്നീടുള്ള ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ ചെയ്ത് വെച്ചിരുന്ന ലുക്കാണ്. കേക്കിൽ മാത്രമാണ് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നമ്മുടെ ചാനലിനെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ.